മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രഞ്ജിത്ത് സജീവിന്റെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള യൂകോക്ക്. സോ രഞ്ജിത്ത് സജീവ് ആരാണെന്ന് അറിയാത്തവർക്ക് കൽബ്, അതേപോലെ തന്നെ മൈക്ക്, പിന്നെ ഗോളം ഈ സിനിമയിലൊക്കെ നായകനായിട്ട് അഭിനയിച്ച ആളാണ്. ആളുടെ 4ാമത്തെ സിനിമയാണ്. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിന് യൂകോക്ക് എന്ന് പേരിടുന്നതിന് പകരം റബ്ബർ ബാൻഡ് എന്ന് പേരിടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എനിക്ക് പേഴ്സണലി രഞ്ജിത്ത് സജീവിനെ ഭയങ്കര ഇഷ്ടമാണ്, ആളുടെ സിനിമ ഇഷ്ടമാണ്. പക്ഷെ ഇത് വല്ലാത്തൊരു പടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമയെ വലിച്ചു നീട്ടാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ഈ സിനിമ വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഭരണപക്ഷം, പ്രതിപക്ഷം, 3ാം മുന്നണിയൊക്കെ കൂടിയിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇങ്ങനെയൊക്കെ നടക്കണം വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ നേരെ ഫ്ലാഷ് ബാക്കിലാണ് പോകുന്നത്. 2024 എപ്പത്തൊട്ട് കാണിക്കാൻ തുടങ്ങിയോ അപ്പത്തൊട്ട് വലിപ്പിക്കലാണ്. വലിച്ചു നീട്ടിയിട്ടുണ്ട്. സോ ഇതില് രഞ്ജിത്ത് സജീവിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ജോണി ആന്റണിയാണ്. ഒരു സാധാരണ ജോണി ആന്റണിയുടെ പടങ്ങളിൽ എന്താണോ കാണാവുന്നത് അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ അതന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഫാദർ സൺ റിലേഷൻഷിപ്പ് ഒന്നും വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. ഇതിലൊരു മിഡിൽ ക്ലാസ് ഗായുടെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ രഞ്ജിത്ത് സജീവ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് എനിക്ക് തോന്നി ആളെന്താ സൂപ്പർ ഹീറോ പരിവേഷമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയില് മിനിറ്റിന് ആൾക്ക് ഡാൻസ് കളിക്കണം, മിനിറ്റിന് ആൾക്ക് ഫൈറ്റ് ചെയ്യണം. ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ 3-4 പാട്ടുണ്ട്. പടം ഒന്ന് സീരിയസ് മോഡിലോട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു പാട്ടാണ്, പിന്നെ അത് മൊത്തം കൊളാവും. പിന്നെ അതിന്റെ ഇടയിൽ കുറെ ചളികള്. ഫസ്റ്റ് ഹാഫില് ഇന്റർവൽ സീൻ കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മെയിൽ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്, ഒരു ഫേസ് ഓഫ് ഒക്കെ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കാന്ന്. പിന്നെ അങ്ങേരെ കണ്ടതേ ഇല്ല ആ പടത്തില്. സെക്കൻഡ് ഹാഫ് എഗെയിൻ കുറച്ച് ചളികൾ, വീണ്ടും വലിപ്പിക്കൽ, അതിന്റെ ഇടയിൽ വന്നിട്ട് ഇടയ്ക്ക് 1-2 പാട്ട്, ഡാൻസ്, അതൊക്കെ ആയിട്ട് വീണ്ടും അങ്ങനെ വലിച്ചു നീട്ടിപ്പോയി. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു കൊച്ചു വന്നിട്ട് UK നടന്ന കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പടത്തിൽ കിട്ടി. ആ കൊച്ചു കിടുവായിരുന്നു. റാദർ ദാൻ ദാറ്റ് എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല. വേറെ ആരും നന്നായി പെർഫോം പോലും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് രഞ്ജിത്ത് സജീവ് ഇന്നേ വരെ അഭിനയിച്ചൊരു ഏറ്റവും വീക്കസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ സിനിമ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതിന്റെ റൈറ്റിംഗ് വൻ ശോകം. എനിക്ക് ഒട്ടും വർക്ക് ആവാത്തൊരു സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക, കണ്ടിട്ട് തീരുമാനിക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ സിനിമ. ചിലപ്പോൾ UK പോവാൻ നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പോവാൻ നിൽക്കുന്നവര്, പോയവര്, അവർക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്ക് ആവാത്തൊരു സിനിമയാണ്. ഇങ്ങനത്തെ ഒരു പടമൊക്കെ ക്ലിക്ക് ആണെന്ന് വെച്ചാൽ ഇമോഷണൽ കണക്ഷൻ പറയുന്ന സാധനം എന്തായാലും വേണം. എവിടെയും കിട്ടിയിട്ടില്ല. ആൻഡ് ഈ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാട്ടർ ടാങ്ക് ലീക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് കുറെ കാസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഗീത, മീര വാസുദേവ്, മനോജ് K ജയൻ, അതേപോലെ തന്നെ അൽഫോൻസ് പുത്രൻ. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. മീര വാസുദേവ് എനിക്ക് തോന്നുന്നു 10 സെക്കൻഡ് ഒരു വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അൽഫോൻസ് പുത്രൻ എന്തിനാണ് ഈ സിനിമയിൽ തന്നെ അറിയില്ല. മനോജ് K ജയൻ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് ഉണ്ട്.